പശ്ചിമ ബംഗാളിലെ കുപ്രസിദ്ധ മുഖ്യമന്ത്രിയായി വാഴുന്ന മമതാ ബാനർജിക്ക് നിയമലംഘനങ്ങൾ ഉത്തരിയേയല്ല. ചമ്പൽ കൊള്ളക്കാരിയെ പോലെ കേന്ദ്രസേനകളെ എതിരിടാൻ എടുത്തു ചാടുന്ന മമത എന്ന വിശേഷണമാണ് ന്യൂഡൽഹിയിലുടനീളം ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുള്ളത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ കമ്പിവേലി കെട്ടാൻ BSFന് സ്ഥലം നൽകാതെ വർഷങ്ങൾ തടഞ്ഞു വെച്ച മമത നടത്തിയത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് അമിത്ഷായ്ക്ക് പറയേണ്ടി വന്നു. ഇത് കേട്ടാണ് സുപ്രീം കോടതി എത്രയും വേഗം ആ ഭൂമി കേന്ദ്രത്തിന് അതിർത്തി വേലി കെട്ടാൻ കൈമാറാൻ മമതയ്ക്ക് നിർദ്ദേശം നൽകിയത്, ഉത്തരവിടുകയായിരുന്നു. ഇതോടെയാണ് മമതയ്ക്ക് ജുഡീഷ്യറിയോടുള്ള പക ഇരട്ടിച്ചത്. തക്കം പാർത്ത് നടക്കുകയായിരുന്നു ഈ ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യഥാർത്ഥത്തിലെ ബംഗാൾ പൂച്ച. ഈ പുതിയ സംഭവത്തോടെ മമതയ്ക്ക് കിട്ടിയിരിക്കുന്ന വിളിപ്പേര് മാഫിയ ഡോൺ മമത എന്നാണ്. സംഭവം ഇതാണ്: പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ തിരഞ്ഞെടുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്ന 7 ജുഡീഷ്യൽ ഓഫീസർമാരെ 9 മണിക്കൂറോളം ബന്ദിയാക്കി വെച്ച സംഭവത്തിൽ മമത ഒന്നും ചെയ്തില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. മമത വിരട്ടി. അത് നന്നായി. മമതയുടെ പോലീസ് നിസ്സംഗതയിൽ ഇരുന്നു കൊണ്ട് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ മമതയുടെ ഈ മാഫിയ നടപടിയിൽ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി അതിരൂക്ഷമായാണ് വിമർശിച്ചത്. ഈ സംഭവങ്ങൾ പുലർച്ചെ 2 മണിവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് നിരീക്ഷിക്കുകയായിരുന്നെന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇതാണ് മമതയ്ക്ക് പണിയായത്. സംഭവത്തെ ഗൗരവമായി കണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബംഗാൾ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് വിധി എഴുതി. മമതയുടേത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനും ഉദ്യോഗസ്ഥരെ തളർത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെ ഉള്ളതുമായ നീക്കമാണ്. അതായത് മമത പർപ്പസ്ഫുള്ളി പ്ലാൻഡ് ആയിട്ട് ചെയ്യിച്ച പണിയാണിതെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം ചീഫ് ജസ്റ്റിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ പേരുകൾ ഒഴിവാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവർ 3 വനിതകൾ ഉൾപ്പെടെയുള്ള 7 ജുഡീഷ്യൽ ഓഫീസർമാരെയാണ് BDO ഓഫീസിനോട് 9 മണിക്കൂർ തടഞ്ഞു വെച്ചത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള പരാതികൾ കേൾക്കാനായിട്ടാണ് ഇവരെത്തിയത്. ഇവർ ജുഡീഷ്യൽ ഓഫീസർമാരാണെന്ന് അറിയാഞ്ഞിട്ടും മമതയുടെ തൃണമൂൽ നേതാക്കളുടെ ഗൂഢാലോചന പരാക്രമം ഒരു വിഭാഗം ആൾക്കാർ ഇവരെ ഖരാവ് ചെയ്യുകയാണ്. എതിരെ നടപടി ഒന്നും ഉണ്ടാകില്ലെന്ന് തൃണമൂൽ നേതാക്കൾ ഈ അക്രമികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒന്നും ഉണ്ടായില്ല. രാത്രി 11 മണി വരെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയതേയില്ല. ജില്ലയിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള കളക്ടർ മുങ്ങിയത് സർക്കാരിന്റെ ക്രിമിനൽ വീഴ്ചയാണെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥലത്ത് കേന്ദ്ര സായുധ സേനയെ ഇറക്കുകയായിരുന്നു സുപ്രീം കോടതി. സുപ്രീം കോടതി ഉത്തരവിട്ടു കേന്ദ്ര സായുധ സേനയെ മാൾഡയിൽ വിന്യസിക്കാൻ. നിയമം കയ്യിലെടുത്ത് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താൻ ആരെയും അനുവദിക്കുന്നില്ലെന്നും കോടതി ബെഞ്ച് ഒരു മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ബംഗാളിലേക്ക് കേന്ദ്ര സർക്കാരല്ല, സുപ്രീം കോടതി ഇടപെട്ട് കേന്ദ്ര സേന ഇറക്കി. ബംഗാൾ ഏറ്റവും അപകടകരമായ സംസ്ഥാനമാണെന്നും അവിടെ ഓരോരുത്തരും രാഷ്ട്രീയ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്രമികളെ തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും ചീഫ് ജസ്റ്റിസ് ബംഗാൾ സർക്കാരിനോട് പറയേണ്ട ഗതികേട് വരെ ഉണ്ടായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്ര കണ്ട് ഒരു സംസ്ഥാനത്തെയും ക്രമസമാധാന നില തകർന്നതിനെ പറ്റി നിരാശയോട് ചൂണ്ടിക്കാട്ടിട്ടേയില്ല. കേന്ദ്രത്തിന്റെ വീഴ്ചയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോഴും മമതാ ബാനർജി ഒരു മാഫിയ ഡോൺ മമതയായി ബംഗാളിൽ കിടന്ന് വിലസുകയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനല്ല, സുപ്രീം കോടതി ഇടപെട്ട് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കേന്ദ്ര സേനയെ വിന്യസിക്കേണ്ട ഗതികേടുണ്ടായത് മമതാ ബാനർജിയുടെ തൃണമൂൽ സർക്കാരിന് തെല്ലെന്നുമില്ല നാണക്കേട്. പക്ഷേ ഈ നാണക്കേടൊന്നും മമതയ്ക്ക് ഒരു പുത്തരിയല്ല. അടുത്ത തവണ ബംഗാൾ വീണ്ടും തിരിച്ചു പിടിക്കാമെന്ന വ്യാമോഹത്തിലാണ് മമത. എന്തായാലും ഇത്തരം നടപടികളോടെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, രാജ്യത്തെ ജുഡീഷ്യറിയും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പോലും ഇപ്പോൾ മമതാ സർക്കാരിനെതിരായിരിക്കുകയാണ്. സംസ്ഥാനം നടക്കുന്ന ക്രിമിനൽ രാജാണെന്ന് വരെ, ഇതെല്ലാം അവസാനം വരെ CCTVയിലൂടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു.